ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണോ നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിനർത്ഥം നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഹൃദയം തുറന്ന് വയ്ക്കുക. കാരണം വരാൻ പോകുന്ന ആ ഒരു ബ്ലെസ്സിങ്ങിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം മുന്നേയൊക്കെ ആരെങ്കിലും നിങ്ങളുടെ കൂടെ പാസ്റ്റിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് കേട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പാസ്റ്റിലെ കാര്യങ്ങൾ എടുത്തിടും. അങ്ങനെയെങ്കിലും നിങ്ങൾ വിഷമിക്കുന്നെങ്കിൽ വിഷമിക്കട്ടെ എന്ന്. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ആരെങ്കിലും പാസ്റ്റിലെ കാര്യം എടുത്തിട്ടാലും നിങ്ങൾ അങ്ങനെ അവർ വിചാരിക്കും പോലെ രീതിയിൽ വിഷമിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് ആ ഒരു സമയം കഴിഞ്ഞു, അതായത് പാസ്റ്റിലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു, ഇനി എന്തിനു ആവശ്യമില്ല ഞാൻ അത് ആലോചിച്ച് വിഷമിക്കണം. ആരാണ് എന്നോട് മോശം ചെയ്തത് അവർക്ക് അവരുടെ ആ ഒരു ശിക്ഷ ദൈവം കൊടുക്കും. ഞാൻ ആവശ്യമില്ലാതെ എൻ്റെ എനർജി എന്തിനാ മോശമാക്കാൻ പോകുന്ന, അങ്ങനെ ചിന്തിച്ച് നിങ്ങളിപ്പോൾ പഴയതുപോലെ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നില്ല. ആ ഒരു സ്വഭാവത്തിൽ ഒരു മാറ്റം ഇപ്പോൾ വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വന്നത് അതിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ കഴിഞ്ഞുപോയ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ആ ഒരു ബാലൻസ് വന്നത്. മറ്റുള്ളവർ നിങ്ങളെ വിഷമിപ്പിക്കാൻ നോക്കിയിട്ട് അവർക്ക് സാധിക്കാതെ പോകുന്നത് നിങ്ങൾ ആ ഒരു മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു സന്തോഷത്തെ സ്വന്തമാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാനാണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചൊക്കെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ബേഡ്സിനെ കാണാൻ പറ്റും. ഭയങ്കരമായിട്ട് ബേഡ്സ് നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നിരിക്കുന്നതായിട്ട് കുറേ ബേഡ്സ് ഇങ്ങനെ വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകാശത്തൂടെ ബേഡ്സ് ഇങ്ങനെ പറന്നു പോകുന്ന ഒത്തിരി ബേഡ്സിനെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ബ്ലെസ്സിങ് എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ആ ഒരു സമയം ആയി കഴിഞ്ഞു. അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ ജനിച്ചത്. ആ ഒരു ബ്ലെസ്സിങ്ങിനുള്ള സമയം ആയിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രമാത്രം ബേഡ്സിനെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത്. ഇവിടെ രണ്ട് മിറാക്കിളാണ് ഒരുമിച്ച് നിങ്ങളുടെ കൂടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഒരു മിറാക്കിൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ലൈഫിൽ നിങ്ങൾക്കൊരു പരിവർത്തനം ഉണ്ടാകും, പോസിറ്റീവായിട്ടുള്ള പരിവർത്തനം. രണ്ട്, നിങ്ങളുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു കിണറിൽ അകപ്പെട്ട അവസ്ഥ. മുകളിലോട്ട് കയറാൻ പറ്റുന്നില്ല, എന്നാൽ ആരും കണ്ടിട്ട് നിങ്ങളെ മുകളിൽ എത്തിക്കുന്നുമില്ല, അങ്ങനൊരവസ്ഥ. പക്ഷേ ദൈവത്തിൻ്റെ എന്തോ ഒരു ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കിണറ്റിൽ നിന്ന് ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ടോടുകൂടി പുറത്തു വരാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ എന്ത് പ്രശ്നത്തിലാണോ അകപ്പെട്ട് വേദനിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് പുറത്ത് വരാനും സാധിക്കുന്ന, അതിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥ ആണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുവാനും വേണ്ടി ദൈവം ഒരു പിടിവള്ളി നിങ്ങൾക്ക് കിട്ടുക എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ജീവിതം ജീവിക്കാൻ വേണ്ടി ഒരു അവസരം ദൈവം വീണ്ടും തരുന്നത് പോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ടും വൈറ്റ് കളറായിരിക്കും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വൈറ്റ് കളർ ഫ്ലവർ അല്ലെങ്കിൽ വൈറ്റ് കളർ പക്ഷി, അതൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കാൻ പോവുകയാണ്. ഹാപ്പിനെസ്സിൻ്റെ ആ ഒരു മാർഗം നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളിൽ ആരോ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അവർ സ്വയം തന്നെ പറയും, ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, എനിക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ഫീൽ ആവുകയാണ്. അങ്ങനെ ഒരു തോന്നൽ ആർക്കോ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ സംഭവിക്കുക തന്നെ ചെയ്യും. എല്ലാവരോടും അല്ല ഞാൻ പറയുന്നത്, ചില ആൾക്കാരുടെ ലൈഫിൽ ഈ ഒരു പെട്ടെന്ന് സഡനായിട്ട് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഫീൽ ആവുകയും നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും, ദൈവമേ ഇതെന്തോ സംഭവിച്ചിട്ടാണ് എനിക്ക് ഇത്ര ഹാപ്പിനെസ് ഫീൽ ആകുന്നത് എന്ന്. ഇവിടെ നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ഈ ഒരു വാതിൽ തുറക്കാൻ പോകുന്നത്. അതായത് ഒരു ഗേറ്റ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നത് പോലെ. ഇവിടെ നിങ്ങൾ ട്രാവൽ ചെയ്ത് പോയിട്ട് വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൂരെ ഏതെങ്കിലും അമ്പലത്തിൽ പോകുകയോ ദൂരെ ഏതെങ്കിലും പള്ളിയിൽ പോവുകയോ എന്തോ ഒരു ധാർമ്മികമായ സ്ഥലത്ത് നിങ്ങൾ ട്രാവൽ ചെയ്തിട്ട് വരും.
നിങ്ങൾ സ്വയം ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ട്രാവൽ. കാരണം ഇങ്ങനൊരു ട്രാവൽ കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നാണ് നിങ്ങളുടെ മനസ്സും ശരീരവും പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ട്രാവൽ ആഗ്രഹിക്കുന്നുമുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളുടെ ആ ഒരു ജീവിതം സാർത്ഥകമായി എന്ന്. അങ്ങനൊരു ട്രാവലായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു പൈസ എത്രയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആ ഒരു ട്രാവലിൽ. നിങ്ങളുടെ കയ്യിലുള്ള പൈസ ആവശ്യമില്ലാതെ ചിലവായി പോകുന്നു. ആൾക്കാർ പല രീതിയിലും ചതിക്കുകയും നിങ്ങളെ എങ്ങനെയാ നിങ്ങളുടെ കയ്യിരിക്കുന്ന പൈസ ഇല്ലാതാക്കാം അങ്ങനെ ചിന്തിച്ച് പല ആൾക്കാരും നിങ്ങളുടെ കൂടിയിട്ടുണ്ട്. അങ്ങനെയും പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രാവലിൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും കാണാൻ സാധിക്കും, നഷ്ടമായിരിക്കത്തില്ല. ഫസ്റ്റ് മാറ്റം വരാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നല്ല ഒരു പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങി വെച്ചു. വാങ്ങിച്ച് 2-3 ആഴ്ച ആയപ്പോൾ തന്നെ ആ സാധനം ചീത്തയായി. വീണ്ടും നിങ്ങൾ പൈസ കൊടുത്ത് നന്നാക്കേണ്ട അവസ്ഥ. ഈ ഒരു കാര്യത്തിൽ ഒരു മാറ്റം ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. അതായത് പൈസയും കൊടുത്ത് സാധനം വാങ്ങിച്ചിട്ട് വീണ്ടും ആ ഒരു സാധനം നമ്മൾ കുറേ നാൾ നിൽക്കുമെന്ന് പറഞ്ഞ് വാങ്ങിച്ച സാധനം ചീത്തയായി പോകുന്ന ഒരവസ്ഥ. അതിലൊരു മാറ്റം ഉണ്ടാവും ഇനി അങ്ങോട്ട്. രണ്ടാമത്, ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞ്, പക്ഷേ പിന്നെ അവർ ആ ഒരു ദിവസം പൈസ തരുന്നില്ല, നിങ്ങളെ ചതിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിലും ഒരു മാറ്റം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളിൽ നിന്ന് ആരാണോ പൈസ വാങ്ങിക്കൊണ്ട് പോയത് അവർ തിരികെ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എവിടെയാണോ ട്രാവൽ ചെയ്തിട്ട് വരുന്നത് അതിനുശേഷം നിങ്ങൾക്ക് പൈസയുടെ ആ ഒരു കാര്യത്തിൽ ഒരു ചിന്തയും ഉണ്ടാവത്തില്ല. ക്യാഷ് നിങ്ങളുടെ അടുത്തേക്കുള്ളായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ജോബ് ചെയ്യുന്നവരാണ് എങ്കിൽ ആ ജോബിൽ എന്തെങ്കിലും രീതിയിലൊരു പൈസ കൊണ്ടുള്ള ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് ശമ്പളം നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കാം. ഇനി എവിടെയെങ്കിലും നിങ്ങൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു ക്യാഷിൻ്റെ ആ ഒരു ഇത് കൂടുന്നതായിട്ട് പൈസ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ആ ഒരു തോട്ട്സ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് പുറമേ ഉള്ളവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് തോന്നും, അതായത് നിങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന്. എവിടെയൊക്കെ നിങ്ങളെ ആൾക്കാർ അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒരു സെൽഫ് റെസ്പെക്റ്റ് കാണിക്കേണ്ട ആവശ്യകതയുണ്ട്. അതായത് ആൾക്കാർ നിങ്ങളുടെ നേരെ തെറ്റായ ശബ്ദം യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് തെറ്റായ ശബ്ദം എന്തെങ്കിലും അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനൊരു ഓറ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇനി മേലാൽ അവർ നിങ്ങളെ ആ രീതിയിൽ അപമാനിക്കാൻ പാടില്ല. ആ രീതിയിൽ ഒരു ഓറ സെറ്റാക്കണം നിങ്ങൾ. നിങ്ങളും അതേപോലെ തെറ്റായ ഒരു സംസാരം മറ്റൊരാളുടെ നേരെയും ഉയർത്താൻ പാടില്ല. കാരണം നമ്മൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകുമോ അതേപോലെ തന്നെയായിരിക്കും മറ്റൊരു വ്യക്തിയോട് നമ്മൾ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം. അതുകൊണ്ട് എപ്പോഴും നല്ലത് മാത്രം മറ്റുള്ളവർ പറയുക. മോശം വാക്കുകൾ പറഞ്ഞ് മറ്റൊരാളെ വിഷമിപ്പിക്കാനോ ഒന്നും നമ്മൾ പോകരുത്. അതായത് നിങ്ങളും ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യാൻ പാടില്ല, മറ്റൊരാളും നിങ്ങളുടെ ലൈഫിൽ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് നിങ്ങളെ മോശം പറയാനും പാടില്ല. അങ്ങനെ നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റാക്കി പോകണം. ഇവിടെ നമ്മുടെ ആ ഒരു വാണിയുടെ പ്രഭാവം നല്ലതായിട്ട് പോകാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വിഘ്നേശ്വര ഭഗവാനാണ്. ഞാൻ എപ്പോഴും പറയും, വിഘ്നേശ്വര ഭഗവാൻ ഒരു ഏലയ്ക്ക സമർപ്പിച്ചിട്ട് അത് നിങ്ങൾ സേവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാണിയുടെ പ്രഭാവം നല്ലതാകുന്നതാണ് എന്ന്. അതായത് നമ്മൾ പറയുന്നത് ഓപ്പോസിറ്റുള്ള വ്യക്തി തെറ്റായിട്ട് രീതിയിൽ എടുക്കത്തില്ല, നല്ലതായിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. അതുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. പറ്റുമെങ്കിൽ വിഘ്നേശ്വരൻ്റെ അടുത്ത് പോയി ചെന്ന് നിങ്ങളുടെ ആ ഉള്ളിൽ ആ വിഷമം എന്താണോ അത് പറയുക. ദൈവമേ, എൻ്റെ വിഷമം ഇതാണ്, ഞാൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നത് വേറൊന്നും അല്ലെങ്കിൽ അവർ എടുക്കുന്നത് വേറൊന്നായിട്ടാണ്, എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഈ ഒരു പ്രശ്നം മാറ്റി തരണമേ എന്ന് വിഘ്നേശ്വര ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു ബിസിനസ് വളരെ ലോ ആയിട്ടാണ് പോകുന്നത്. അതായത് നിങ്ങളൊരു ഷോപ്പാണ് ഇട്ടേക്കുന്നതെങ്കിൽ ആ ഷോപ്പിൽ ആൾക്കാർ വരുന്നത് കുറവാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു അഡ്വക്കേറ്റാണ്, നിങ്ങളുടെ കേസ് വളരെ കുറവാണ് വരുന്നത് നിങ്ങൾക്കെങ്കിലും ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു ഏലയ്ക്ക നമ്മുടെ വിഘ്നേശ്വര ഭഗവാൻ സമർപ്പിച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ആൾക്കാർ കൂടുതലായിട്ട് നിങ്ങളുടെ ഷോപ്പിൽ വരുന്നതും ബിസിനസ്സിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതും കേസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയുന്ന പേരിലെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കൂ, മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയുടെ സപ്പോർട്ട്, നിങ്ങളുടെ ആ ഒരു വാണിയുടെ സപ്പോർട്ട് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
ഇവിടെ ഒരു വ്യക്തിയുടെ ട്രൂത്ത് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെയാണോ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് ആ ആ വ്യക്തിയുടെ സത്യം എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് അവർ നിങ്ങളോട് പറഞ്ഞത് ഒന്നായിരിക്കും, പക്ഷേ പ്രവൃത്തിയിൽ വരുമ്പോൾ മറ്റൊന്നായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നിങ്ങളുടെ ആ ഒരു സ്ഥിതി ഇതാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉറപ്പ് കിട്ടും. ഇവർ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇവർ ഇത്രമാത്രം ദേഷ്യം എൻ്റെ ഉള്ളിൽ വച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത് എൻ്റെ കൂടെ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നിങ്ങളിപ്പോൾ ഭയങ്കര കൺഫ്യൂഷനിലാണ്. കാരണം നിങ്ങൾക്ക് അറിയത്തില്ല ഏത് വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ മോശ സ്വഭാവം വച്ച് പെരുമാറുന്നത് എന്ന്. അപ്പോൾ രണ്ട് സ്വഭാവമുള്ള ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു തരണേ എന്ന് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥനയും ചെയ്യാറുണ്ട്. ഇവിടെ നിങ്ങൾ കുറച്ചൊക്കെ സോളിറ്റ്യൂഡ് ടൈപ്പിൽ ആയി മാറുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ആശ്ചര്യപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളായിരിക്കും ഉണ്ടാവാൻ പോകുന്ന ആ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട്. നിങ്ങൾക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല ആ വ്യക്തി ഇങ്ങനെ ആണല്ലോ നിങ്ങളോട് പെരുമാറിയത് എന്ന്. ആരുടെ സത്യമാണോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഊർജത്തെ ഒരിക്കലും ലോ ആക്കരുത്. കാരണം ആദ്യമൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ആയിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെ എന്ത് കാര്യമാണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അതിനെ ഒരു അഡ്വഞ്ചറിൻ്റെ രൂപത്തിൽ നിങ്ങൾ എടുക്കുക. നമ്മൾ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങൾ അവർ ഇതേപോലെയാണ് നിങ്ങളോട് പെരുമാറിയതെങ്കിൽ അതിനൊരു അഡ്വഞ്ചറായിട്ട് നിങ്ങൾ എടുക്കുക. പല ആൾക്കാരും പല വിധത്തിലാണ് ഉള്ളത്. എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ വിട്ടുകളയുക. എന്ത് സംഭവമായാലും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അതിനെ അഡ്വഞ്ചറായിട്ട് എടുത്ത് വിട്ട് കളയുക. അല്ലാതെ അതിനെ മനസ്സിൽ വച്ച് ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇന്ന് സംഭവിക്കണം, അവരെന്നോട് ഇങ്ങനെയല്ലേ പെരുമാറിയത്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങോട്ട് മിറാക്കിൾ സംഭവിക്കാൻ പോയാണ്. സന്തോഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തേടി വരാൻ പോകണം. അപ്പോൾ നമ്മൾ ഒരിക്കലും ആരോടും ദേഷ്യവും വൈരാഗ്യവും അങ്ങനെ വച്ച് പുലർത്താൻ പാടില്ല. ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളെപ്പോഴും. ചിലപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളോട് ഇങ്ങനെയായിരിക്കും പെരുമാറുന്നത്, നിങ്ങൾ അവരുടെ ആരുമല്ല എന്നുള്ള രീതിയിൽ അങ്ങനെയായിരിക്കും പെരുമാറുന്നത്. അങ്ങനെ പെരുമാറിയാൽ പോലും നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ അഡ്വഞ്ചറായിട്ട് തന്നെ അതിനെ നേരിടുക. നിങ്ങൾക്ക് എത്ര നല്ല കർമ്മം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ല കർമ്മം നിങ്ങൾ ചെയ്യുക. ഇവിടെ എന്തായാലും 2 മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനുവേണ്ടി റെഡിയായിട്ടിരിക്കുക നിങ്ങൾ. ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലീഡ് ചെയ്യാനാണ്. ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫ് സന്തോഷമായിട്ട് ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഏതോ ഒരു രീതിയിലുള്ള OCD പ്രശ്നം നിങ്ങൾക്കുണ്ട്. അതായത് എന്തോ ചിന്ത ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ തോട്ട്സ് നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ട് ചിന്ത നിങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള കാര്യത്തിലാണ്. നിങ്ങൾ അങ്ങനെ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്, പക്ഷേ എങ്കിലും നിങ്ങൾ സുരക്ഷിതരല്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ ഈ ഒരു അസുരക്ഷ ആയിട്ടുള്ള ആ ഒരു ചിന്ത അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകെ മാറുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകും. അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. കൂടുതലായിട്ടും നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ. നമ്മുടെ സൂര്യഭഗവാൻ നമ്മുടെ ഗ്രഹനിലയിൽ നല്ല ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി തനിയെ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ആൾക്കാർ ഇഷ്ടപ്പെടും, നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് കൂടും. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെപ്പോലെ ആവാൻ തോന്നും. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മളുടെ ആ ഒരു ബിസിനസ്സിലാണെങ്കിലും നമ്മുടെ ആ ജോബിലാണെങ്കിലും നമുക്ക് ഒത്തിരി ആൾക്കാരുടെ ഒരു സപ്പോർട്ട് കിട്ടും സൂര്യഭഗവാൻ നമ്മുടെ ഗ്രഹനിലയിൽ ബലവാനാകുമ്പോൾ. ഇവിടെ എത്ര തന്നെ ആൾക്കാർ നിങ്ങളെ വെറുത്താലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ ഉണ്ടാകും എപ്പോഴും. ഇവിടെ എന്ത് രീതിയിലുള്ള OCD ആയിക്കൊള്ളട്ടെ നിങ്ങൾക്കുള്ളത്, ആ ഒരു OCDയിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾ പുറത്ത് വരും. നിങ്ങൾ ലീഡ് ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ എനിക്ക് തോന്നുന്നത് നിയറിൽ നിങ്ങൾ എന്തോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ്. ഇവിടെ ലൈഫിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങൾ ലീഡ് ചെയ്യുക തന്നെ ചെയ്യുന്നതാണ്.
ഇവിടെ ഈശോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എത്ര തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് വന്നാലും മോശം സിറ്റുവേഷൻസ് വന്നാലും അതിലൊരു ട്രാൻസ്ഫർമേഷൻ ഒരു മാറ്റം എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സുരക്ഷയും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. സമയാകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. എല്ലാ രീതിയിലുമുള്ള അപകടം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നിശ്ചയദാർഢ്യത്തോടെ ജീവിക്കൂ നിങ്ങൾ. ഭഗവാന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഇലൂഷൻസ് നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അതിലും ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ആലോചിച്ച് പേടിയുണ്ട്. ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ ഫാമിലിയുടെ പിറകെ ഉണ്ട്. അവർ നിങ്ങളുടെ ആ ഒരു ഫാമിലി ബന്ധത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പേടി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ദൈവം പറയുന്നത് നിങ്ങൾ ഒരിക്കലും അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തി വിചാരിച്ചാൽ പോലും നിങ്ങളുടെ ആ ഒരു ഫാമിലിയെ തകർക്കാൻ സാധിക്കത്തില്ല. ഇവിടെ ഏത് വ്യക്തി അതിന് അങ്ങനെ മോശം ചെയ്യുന്നുണ്ടെങ്കിലും അവർ അവരുടെ സ്വന്തം കർമ്മ ഉണ്ടാക്കുകയാണ്. അതായത് മോശം കർമ്മത്തിൻ്റെ ആ ഒരു ഫലം അവർക്ക് ഉറപ്പായിട്ടും അനുഭവിക്കേണ്ടി തന്നെ വരും. നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സൂര്യഭഗവാൻ നിങ്ങളുടെ ലൈഫിൽ പ്രകാശം പരത്തുന്നതായിട്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട്, നിങ്ങളുടെ ബന്ധങ്ങളിൽ മധുരത വരുന്നതായിട്ട്, എല്ലാം കൊണ്ടും നല്ലതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സമയം നല്ലതാകുന്നതനുസരിച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിലാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആരാണോ നിങ്ങളുടെ നേർക്ക് തെറ്റായ ഇൻറ്റൻഷൻ വച്ചത് അവർക്ക് അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ലഭിക്കുന്നത്. അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ സഹായിക്കുന്ന ആൾക്കാരായിരിക്കും ഇനി നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവായിട്ടുള്ള വ്യക്തി എൻട്രി ചെയ്യത്തില്ല. പോസിറ്റീവായിട്ടുള്ള വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എൻട്രി ചെയ്യുന്നത്. എഡ്യൂക്കേഷന് വേണ്ടി ഇന്ത്യക്ക് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെങ്കിൽ അവർക്ക് അവിടെ പോകാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ എവിടെയാണോ കോളേജിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ പോകാൻ വേണ്ടി നിങ്ങൾക്ക് തടസ്സങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷെ പോകെ പോകെ ആ ഒരു തടസ്സങ്ങൾ മാറുകയും നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് പോയി പഠിക്കാൻ സാധിക്കുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് പോയി പഠിക്കാൻ സാധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ മ്യൂസിക്കിൽ നിങ്ങൾക്കൊരു ഭാവി ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടും. നിങ്ങളുടെ ആ ഒരു കഴിവിനെ തുറന്ന് കാണിക്കുന്ന രീതിയിലുള്ള അങ്ങനെ നിങ്ങളൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ കഴിവ് തുറന്ന് കാണിക്കുകയും അതിലൊത്തിരി ആൾക്കാർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾ ലീഡ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇവിടെ ബ്ലാക്ക് ഓർ ഓറഞ്ച് നിറത്തിലുള്ള ചിത്രശലഭം നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ടെൻഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ 5 ആഴ്ചയ്ക്കുള്ളിൽ ആ ഒരു ടെൻഷൻ മാറുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ബ്ലാക്കും ഓറഞ്ച് നിറത്തിലുള്ള ചിത്രശലഭം നിങ്ങളുടെ ആ ഒരു ലൈഫിലെ വിഷമങ്ങളെ മാറ്റാനാണ് വരുന്നത് നിങ്ങളുടെ അടുത്ത്. ഇനി നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്ത മാറ്റണം. അതായത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലതായിട്ട് സംഭവിക്കത്തില്ല, അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. അത് നിങ്ങൾ മാറ്റുക. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലതായിട്ട് തന്നെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾ വളരെ പ്രൊട്ടക്ഷനിലാണ് ഉള്ളത്. നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിലായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് വിഷമിക്കരുത്, നിങ്ങൾ പേടിക്കുകയും ചെയ്യരുത്. ഇവിടെ കൃഷ്ണപരന്തിൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കൃഷ്ണപരന്തിൻ്റെ എനർജി പറയുന്നത് എവിടെയാണോ നിങ്ങളുടെ ലക്ഷ്യം അവിടെ ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അതിൽ നിന്ന് മാറാൻ പാടില്ല എന്നാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഓരോ മോശം സ്ഥിതികൾ വരുമ്പോൾ നിങ്ങൾ പിന്നെ അതിലോട്ടാണ് നിങ്ങളുടെ ചിന്ത കൊടുക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് അപ്പോൾ വിട്ടു മാറി നിൽക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും പാടില്ല എന്നാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങളുടെ ടാർഗറ്റ് എന്താണോ അത് നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി എത്ര തന്നെ കഠിനാധ്വാനം ചെയ്യാനും തയ്യാറായിട്ടിരിക്കുക നിങ്ങൾ. അപ്പോൾ ആരാണോ അവരുടെ ആ ഒരു ഫോക്കസിൽ നിന്ന് മാറി നിൽക്കുന്നത് അവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക, അതിലേക്ക് പോവാൻ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പ്ലീസ് എൻ്റെ ഈ വാക്ക് നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് തന്നെ ചെയ്യാനും നിങ്ങൾ തയ്യാറാവുക. ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി ആലോചിച്ച് ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ടാർഗറ്റ് ആയിരിക്കണം.
ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫോക്കസിൽ ഉറച്ചു നിന്നാൽ നിങ്ങളുടെ ലൈഫ് വളരെ സന്തോഷമായിട്ട് മാറും. ഇനി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറി ജീവിതത്തിലെ സാഹചര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് ഒരിക്കലും വിജയിക്കത്തില്ല. നിങ്ങളുടെ ലൈഫ് വീണ്ടും ലോ എനർജിയിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ നല്ലതായിട്ടാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എവിടെയാണോ എത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ എത്താൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നത്. നിങ്ങൾ മോശമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ മോശമായിട്ടായിരിക്കും, നല്ലതായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നല്ലതായിട്ടായിരിക്കും നടക്കുന്നത്. ഈ ഒരു ജീവിതത്തെ ജയിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഊർജത്തെ എപ്പോഴും ബാലൻസിൽ വയ്ക്കുക, മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ ആ ഒരു ചക്രാസിനെ എപ്പോഴും ബാലൻസിൽ വയ്ക്കാൻ ശ്രമിക്കുക. ഇവിടെ ചില സമയം നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്ന് തോന്നും, പക്ഷേ നിങ്ങൾക്ക് അത് നടക്കത്തില്ല. പെട്ടെന്ന് നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം ആ പോണ സ്ഥലത്തിൻ്റെ അടുത്ത് വരെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ വിചാരിക്കുക എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ, അവിടെ കൂടെ പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ പോയിട്ട് വരും. അപ്പോൾ സിറ്റുവേഷൻസ് അങ്ങനെ ക്രിയേറ്റ് ആകുകയാണ്, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി അങ്ങനെ ക്രിയേറ്റ് ആക്കുകയാണ് ദൈവം. ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ ഊർജം ആഗ്രഹിക്കുന്നുണ്ട് അവിടെ എത്തണമെന്ന്, അതുകൊണ്ടാണ് നിങ്ങളെ അവിടെ എത്തിക്കുന്നത് ദൈവം. ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ട് നല്ല ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം, ആദ്യമൊന്നും ഒരു ഏകാഗ്രത ഇല്ലായിരുന്നു, പക്ഷെ പിന്നെ പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ഏകാഗ്രത ഉണ്ടാവുന്നതായിട്ടും നിങ്ങളുടെ ആ ഒരു ജോലിയിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തെങ്കിലും ജോലി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റിനനുസരിച്ച് ആ ഒരു വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എപ്പോഴൊക്കെ നിങ്ങൾക്ക് 377 നമ്പർ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോഴൊക്കെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലതായിട്ട് മാത്രം ചിന്തിക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധയെ നിങ്ങൾ വേറെ ഒരിടത്തും കൊണ്ടുപോകാതെ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബ്രഹ്മാണ്ടം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.